ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ തൊട്ട് മുന്നേ ആയിട്ട് നമ്മുടെ റിവിഷൻ ഹാക്കിംഗ് സിസ്റ്റം 3 ആണ്. ലീവറേജിന്റെ ഒരു റിവിഷൻ ഹാക്കിംഗ് ആണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡയറക്റ്റ് നമ്മുടെ റിവിഷനിലേക്ക് കടക്കുകയാണ്. ലീവറേജ്, കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത ലീവറേജ് ആക്ച്വലി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് ലീവറേജ് എന്ന് പറയുന്നത്. നമുക്കിതിൽ പഠിക്കാനുള്ളത് ഞാൻ ഒരൊറ്റ സ്ലൈഡിന്റെ ഉള്ളിൽ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട്. ലീവറേജ് കംപ്ലീറ്റ്. ലീവറേജിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഫിനാൻഷ്യൽ ലീവറേജ്, ഓപ്പറേറ്റിംഗ് ലീവറേജ്, ദെൻ കമ്പൈൻഡ് ലീവറേജ് ഓർ കോമ്പോസിറ്റ് ലീവറേജ്, ദെൻ ഫിനാൻഷ്യൽ ലീവറേജിന്റെ കൂടെ പോയിന്റ് ഓഫ് ഇൻഡിഫറൻസ്, ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ്. ഇത്രയും കോൺസെപ്റ്റുകൾ മാത്രമാണ് ലീവറേജിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഫിനാൻഷ്യൽ ലീവറേജ് എന്ന് പറയുമ്പോൾ ഇമ്പാക്ട് ഓഫ് ഫിക്സ്ഡ് ചാർജസ് ആണ് അല്ലെ. ഓണേഴ്സ് ഇക്വിറ്റിയുടെ കൂടെ ഡെപ്റ്റ് അല്ലെങ്കിൽ പ്രിഫേർഡ് ഡിവിഡൻഡ് ഓണേഴ്സ് ഇക്വിറ്റിയുടെ കൂടെ ആഡ് ചെയ്യുന്ന ക്യാപിറ്റൽ സ്ട്രക്ചറിനെയാണ് ഫിനാൻഷ്യൽ ലീവറേജ് എന്ന് പറയാം. നമ്മളിവിടെ പഠിക്കുന്നത് ഇമ്പാക്ട് ഓഫ് ഫിക്സ്ഡ് ചാർജസ്. എവിടെയാണ് അതിന്റെ ഇമ്പാക്ട്? എബിറ്റിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് EPS-ൽ അത് എത്രത്തോളം റിഫ്ലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് എന്ത് നമ്മൾ ഫിനാൻഷ്യൽ ലീവറേജ് അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് നമ്മൾ പഠിച്ചത്. ഈ ഒരു ഏരോ ഒന്ന് പിന്നെ റെഡി ആക്കുന്നുണ്ട്. ഓക്കെ, എബിറ്റിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് എത്രത്തോളം EPS-ൽ റിഫ്ലക്ട് ചെയ്യുന്നു, ഇതാണ് നമ്മൾ ഫിനാൻഷ്യൽ ലീവറേജ്. ഇതിന്റെ ഇക്വേഷൻ എബിറ്റി ഡിവൈഡഡ് ബൈ EBT ആണ്. ദെൻ പെർസെന്റേജ് ചേഞ്ചസ് ഇൻ EPS ഡിവൈഡഡ് ബൈ പെർസെന്റേജ് ചേഞ്ചസ് ഇൻ എബിറ്റ് ആണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലീവറേജ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലീവറേജ് കോൺസെപ്റ്റ് പഠിച്ചിട്ടുള്ളത്. അതിന്റെ കൂടെ തന്നെ നമ്മൾ പോയിന്റ് ഓഫ് ഇൻഡിഫറൻസ് വളരെ നല്ല ക്ലാരിറ്റിയിൽ പഠിച്ചു. പോയിന്റ് ഓഫ് ഇൻഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ലെവൽ ഓഫ് എബിറ്റിൽ EPS സെയിം ആയിരിക്കും. അവിടെ നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ കോമ്പിനേഷൻ ഒന്നും നമ്മൾ ബോധേഡ് ആവേണ്ട ആവശ്യമില്ല. ആ എക്സ് ലെവൽ ഓഫ് എബിറ്റ് എന്ന് പറയുന്നത് ഏത് ലെവലാണ്? ടോട്ടൽ വാല്യൂടെ എത്രയാണോ ഇൻട്രസ്റ്റ് കോസ്റ്റ്, ആ ഒരു ലെവൽ എബിറ്റിൽ നമ്മുടെ ഏർണിംഗ് പെർ ഷെയർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ഏത് കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാലും ആ ഒരു ലെവൽ ഓഫ് എബിറ്റിൽ EPS സെയിം ആയിരിക്കും. ദെൻ ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് പഠിച്ചു. ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ എബിറ്റ് 0 ആയിരിക്കും. ഓക്കെ, നമ്മളെ കയ്യിലുള്ളത് ഇൻട്രസ്റ്റും ടാക്സും ഡിവിഡൻഡും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എബിറ്റ് എന്ന് പറയുന്നത് ഒന്നും ഉണ്ടാവില്ല നമ്മളെ കയ്യിൽ. ആ ഒരു കോൺസെപ്റ്റിനാണ് ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഇമ്പാക്ട് ഓഫ് ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. ഫിക്സ്ഡ് കോസ്റ്റിന്റെ ഇമ്പാക്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ എത്രത്തോളം ഇമ്പാക്ട് ഉണ്ട് എന്നുള്ളതാണ് പഠിച്ചത്. അത് നമ്മൾ എങ്ങനെ പഠിച്ചു? സെയിൽസിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് എബിറ്റിൽ എത്രത്തോളം റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. സെയിൽസ് ആൻഡ് എബിറ്റ് ആണ് ഇവിടെ ഓപ്പറേറ്റിംഗ് ലിവറേജിൽ. എബിറ്റ് ആൻഡ് EPS ആണ് ഇവിടെ ഫിനാൻഷ്യൽ ലിവറേജിൽ. കോൺട്രിബ്യൂഷൻ ബൈ എബിറ്റ് ആണ് ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ ഇക്വേഷൻ. ഫിനാൻഷ്യൽ ലിവറേജിന്റെ ഇക്വേഷൻ എബിറ്റ് ബൈ EBT ആണ്. കമ്പൈൻ ലിവറേജ് ഞാൻ ഈ ഹാക്കിംഗ് സിസ്റ്റത്തിൽ തീരെ കൊടുത്തിട്ടില്ല, കാരണം അത് നിങ്ങൾ ലോജിക്കലി കണക്ട് ചെയ്യേണ്ടതാണ്. കാരണം ഇവിടെ രണ്ട് എബിറ്റും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്താണുള്ളത്? ഓക്കെ, ഇവിടെ രണ്ട് എബിറ്റും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറെ സെയിൽസ്, EPS. അങ്ങനെ കൃത്യമായിട്ട് ഓപ്പറേറ്റിംഗ് ലിവറേജും ഫിനാൻഷ്യൽ ലിവറേജും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ കമ്പൈൻ ലിവറേജ് എന്താണ്? പിന്നെ നിങ്ങൾക്ക് ഇത് രണ്ടും കൂടി കണക്ട് ചെയ്ത് ലോജിക്കലി കണക്ട് ചെയ്യാനുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലീവറേജ് എന്ന ഹാക്കിംഗ് സിസ്റ്റത്തിൽ നമുക്ക് എക്സാമിന്റെ ലാസ്റ്റ് ടൈമിൽ നിങ്ങൾക്ക് എന്താക്കാനുള്ളത്? പഠിക്കാനുള്ളത്. ഓക്കെ,